മെന്റലിസ്റ്റ് ആദിക്കും സംവിധായകൻ ജിസ് ജോയ്ക്കുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ്. ഇൻസോംനിയ എന്ന പരിപാടിക്കായി 35 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് പരാതി. കൊച്ചി സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. 4 പ്രതികളുള്ള കേസിൽ മെന്റലിസ്റ്റ് ആദി എന്ന ആദർശ് 1-ാം പ്രതിയും സംവിധായകൻ ജിസ് ജോയ് 4-ാം പ്രതിയുമാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, പറയൂ. ഈ ഇൻസോംനിയ എന്ന് പറയുന്ന ഈ മെന്റലിസം ഷോ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഷോയാണ്. വലിയ ടിക്കറ്റെല്ലാം വെച്ച് നടത്തുന്ന വലിയൊരു ഷോയാണ്. ഈ ഷോ നടത്തിപ്പിന് വേണ്ടി, അതിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 35 ലക്ഷം രൂപയാണ് എറണാകുളം സ്വദേശിയായ മാത്യു വിജയ് എന്നയാളിൽ നിന്ന് ഈ സംഘാടകർ വാങ്ങിയിരുന്നത് എന്നാണ്. അതായത് പ്രധാനമായും ഒന്നാം പ്രതിയായിട്ടുള്ള മെന്റലിസ്റ്റ് ആദി, അതായത് ആദർശ് എന്നറിയപ്പെടുന്ന മെന്റലിസ്റ്റ് ആദി വാങ്ങിയിരുന്നത് എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ആദ്യം 22 ലക്ഷം രൂപയും പിന്നീട് പരാതിക്കാരൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപയും, അങ്ങനെ 35 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. ഇത് ഈ നിക്ഷേപിച്ച തുകയും അതിനൊപ്പം തന്നെ ലാഭത്തിൻ്റെ 1/3 ഭാഗവും നൽകാമെന്നായിരുന്നു ഇതിനു മുമ്പ് നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷേ ഇത് പാലിച്ചില്ല എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പണം തിരികെ ചോദിച്ചപ്പോൾ പണം തിരികെ നൽകിയില്ല, മറിച്ച് ഈ പ്രതികളെല്ലാം ചേർന്ന് തങ്ങളെ പരിഹസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതിയായിട്ടുള്ള ഈ മെന്റലിസ്റ്റ് ആദി, ആദർശ് എന്നറിയപ്പെടുന്ന മെന്റലിസ്റ്റ് ആദിയും 4-ാം പ്രതി സംവിധായകൻ, ഈ ഷോയുടെ സംവിധായകൻ എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സിനിമാ സംവിധായകൻ കൂടിയായിട്ടുള്ള ജിസ് ജോയാണ് 4-ാം പ്രതിയായിട്ടുള്ളത്. പിന്നീട് സഹനിർമ്മാതാക്കളായിട്ടുള്ള മിഥുൻ, അതുപോലെ തന്നെ അരുൺ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർക്കെതിരെ വഞ്ചന, അതുപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏറെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഷോ ആയിരുന്നു. നിരവധി സെലിബ്രിറ്റികളടക്കം ഈ ഷോയിൽ പങ്കെടുക്കുന്ന ഒരു ഷോയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. 35 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ളതാണ് കേസ്. ഓക്കെ.